നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷ്വലി അടിപൊളിയാണ് പടം. ഇത് ലെങ്ത് ഇത്തിരി കൂടി മാത്രമേ കുഴപ്പമുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് നല്ലതാണ് പടം. നല്ല പടം. പടം ഇഷ്ടപ്പെട്ടോ? പടം അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല പടം. സിനിമ അങ്ങനെ ഉണ്ടായിരുന്നു. സിനിമ അടിപൊളി. മേക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. കുറെ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡും കണ്ടാണ് സെക്കൻഡിനെക്കാട്ടും ബെറ്ററാണ്. എന്തുകൊണ്ടും ബെറ്ററാണ്. നല്ല സ്റ്റോറിയാണ്, പിന്നെ നല്ല മേക്കിംഗ് ആണ്, കുറെ ഇമോഷൻസ് ഉണ്ട്. കുറച്ചുകൂടി സ്പിരിച്വലാണ് സിനിമ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതൊക്കെ സെയിം പാറ്റേണാണ് വരുന്നത്. പക്ഷേ കുറേ വലിച്ചു നീട്ടിയിട്ടുണ്ട്. സീരിയൽ പോലെ തോന്നുന്നത്. സെക്കൻഡിനായാലും നല്ലതല്ല. സെക്കൻഡിലായിട്ട് നല്ലതല്ല. ഫസ്റ്റാണ് ഏറ്റവും ബെറ്റർ. ഫസ്റ്റ് ഒരു ഉഷാറില്ല. നമ്മൾ ഫസ്റ്റ് സിനിമ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. ഔട്ട് ആൻഡ് ഔട്ട് ഗൂസ് ബംസ് മൊമെന്റ്സ് ഒരുപാടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു യൂണിവേഴ്സ് കാണിച്ചു, സെക്കൻഡ് വാട്ടറിൻ്റെ കാണിച്ചു, ഇപ്പോൾ തേർഡ് വേറൊരു യൂണിവേഴ്സ് ആണ്. ഇത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അത് തിയേറ്ററിൽ അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോകും. അപ്പോൾ നിങ്ങൾ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഫസ്റ്റിനും സെക്കൻഡിനും അപേക്ഷിച്ച് തേർഡിൽ ഭയങ്കര സ്പിരിച്വലി ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് തിയേറ്ററിൽ അത് ഇമോഷണലി നല്ല അത് ഒരു വിഷ്വൽ എഫക്ട്സ് എന്നുള്ള ഉപരി നല്ല ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇതിനുള്ളത്. ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഔട്ട് ആൻഡ് ഔട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എന്താ പറയുക ഗൂസ് ബംസ് മൊമെന്റ്സ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഈ അവതാറിനെ എപ്പോഴും ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സിനിമയായിട്ട് മാറ്റുന്നത് അതിന്റെ മേക്കിംഗ് ആണ്. അതിന്റെ ക്രിയേറ്റീവ് അതിന്റെ വിഷ്വൽ സൈഡാണ്. അത് എത്രത്തോളം വിഷ്വൽ സൈഡ് അടിപൊളിയായിരുന്നു. നല്ല രസമാണ്. 3D എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടെ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തതിനെക്കാട്ട് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐമാക്സ് കാണാമെന്നുള്ളത്. സിനിമ അടിപൊളിയായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു. മൂന്നാമത്തെ ഫയർ ആൻഡ് ആഷ് എൻ്റെ ഒരു നമ്മൾ ഫസ്റ്റ് സെക്കൻഡിൽ നമുക്ക് മിസ്സായിരുന്ന അവസാനത്തെ ഒരു ക്ലൈമാക്സ്, ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു വാർ സീക്വൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് വാട്ട് എ വിഷ്വൽസ്, ടു വാച്ച് ഇറ്റ് ഇൻ 3D. കേട്ടില്ല, ഒന്നും പറയാനില്ല. നല്ലൊരു 3.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഒക്കെ വേൾഡ് ബിൽഡിങ് മുതൽ ഫീല് എല്ലാ ഇമോഷൻസ് എല്ലാം ഉണ്ട്. പ്ലസ് വിഷ്വൽസ്. ഹാറ്റ്സ് ഓഫ്. സിനിമ ഉണ്ടായിരുന്നു. നൈസ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ടീമായിരുന്നോ? പാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇറങ്ങുന്നു, തിയേറ്ററിൽ കാണുന്നു? അത് കുറേ ഒരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അതെ, ടീം മൊത്തം ഉണ്ട്. അപ്പോൾ കണ്ടതിൽ ഭയങ്കര സന്തോഷം. പാർട്ടാകാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി, പ്രൗഡ്. മിസ് UFX എന്ന് പറയും. ഞങ്ങൾ ഇവിടെ എടപ്പള്ളിലാണ്. അതെ, പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് കണ്ടത്. സോ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം 1.5 വർഷമായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഫിലിം. നമ്മുടെ കമ്പനിയുടെ പേര് മിസ് UFX എന്നാണ്. സോ ഐ വിഷ് എല്ലാവരും ഒന്ന് കാണുക, എക്സ്പ്ലോർ ചെയ്യുക. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. ഓക്കെ, താങ്ക് യു. അടിപൊളിയാണ്. ഇമോഷണൽ സീൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. അതെന്തായാലും അന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എല്ലാവരും. എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം അമ്മാതിരി VFX ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറി ലൈൻ ആണെങ്കിൽ അടിപൊളിയാണ്. So thank you, that's it.